ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ എങ്ങനെ ഗീ റൈസ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ അരി നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നെയ്യ് എടുത്തിട്ടുണ്ട്. കറിവേപ്പില, സിനമൺ, ഏലക്ക കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റൈസിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, സിനമൺ, ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച അരി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം പ്രഷർ കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിലെ പ്രഷറെല്ലാം റിലീസ് ആയിട്ടുണ്ട്. ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇത് നമുക്ക് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗീ റൈസ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.